ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടോ, അതല്ല ക്ലാസ് ഇനിയും കൂടുതൽ ഡെവലപ്മെൻറ്റ് ആവേണ്ടതുണ്ടോ, അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഏതെല്ലാം ക്ലാസ്സുകൾ ഇനി വേണം, ഇതൊക്കെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഏതെങ്കിലും നമ്മൾ ഇനി അടുത്തിനി നമ്മൾ LP UP അതുപോലെ HSA അങ്ങനെയുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മറ്റ് ടോപ്പിക് വൈസ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇതിന് മുന്നുള്ള വീഡിയോസ് കാണാത്തവർക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 5ാമത്തെ ചാപ്റ്ററായ പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്ന ദുശീലങ്ങളെക്കുറിച്ചാണ്. മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പുകവലി എന്നിവ സ്ത്രീകളിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ, ക്രമരഹിതമായ ആർത്തവം, അണ്ടോൽപാദനത്തിലെ തകരാറ് എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ സ്ത്രീകളുടെ മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, പുകവലി എന്നിവ എന്ത് ചെയ്യുന്നു? അസന്തുലിതാവസ്ഥയായ ഹോർമോൺ അസന്തുലിതാവസ്ഥയാകുന്നതിന്, അതുപോലെ ക്രമരഹിതമായ ആർത്തവം ഉണ്ടാകുന്നു, അണ്ടോൽപാദനത്തിലെ തകരാറ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇനി നേരെ മറിച്ചത് പുരുഷന്മാരിലാണെങ്കിലോ പുംബീജത്തിൻ്റെ ഗുണനിലവാരവും ചലനശേഷിയും കുറയുന്നതിന് കാരണമാകുന്നു. അപ്പോൾ പുരുഷന്മാരിലെ മദ്യപാനം, മയക്കുമരുന്ന് എന്നിവ എന്തിന് കാരണമാകുന്നു? പുംബീജത്തിൻ്റെ ഗുണനിലവാരവും ചലനശേഷിയും കുറയുന്നതിന് കാരണമാകുന്നു. ഗർഭാവസ്ഥയിലുള്ള പുകവലി, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നിവ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചാ വൈകല്യങ്ങൾക്കും ഗർഭാശയേതര ഗർഭധാരണത്തിനും ഗർഭം അലസലിനും കാരണമാകുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? പുകവലി, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇവ എന്ത് ചെയ്യുന്നു? ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചാ വൈകല്യങ്ങൾക്കും ഗർഭാശയേതര ഗർഭധാരണത്തിനും അതുപോലെ ഗർഭം അലസലിനും കാരണമാകുന്നു. ചുരുക്കത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രത്യുൽപാദനക്ഷമതയെയും പ്രത്യുൽപാദന ആരോഗ്യത്തെയും ബാധിക്കുന്നു. അപ്പോൾ മയക്കുമരുന്ന്, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ, പുകവലി, മദ്യപാനം ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രത്യുൽപാദനക്ഷമതയെയും പ്രത്യുൽപാദന ആരോഗ്യത്തെയും ബാധിക്കുന്നവയാണ്. ഇനി ഗർഭകാലത്തിലുടനീളം ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും തടയുന്നതിനും സഹായിക്കുന്ന പതിവ് പരിശോധനകൾക്കും വാക്സിനേഷനും ഗർഭകാല പരിചരണത്തിൽ മുഖ്യ പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ഗർഭകാലത്തിൽ നിരവധി പരിശോധനകൾ നടത്താറുണ്ട്, വാക്സിനേഷൻ എടുക്കാറുണ്ട്. ഇതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് എന്താണ്? ശാരീരിക പരിശോധനകൾ. അപ്പോൾ ഗർഭകാലഘട്ടത്തിലെ ശാരീരിക പരിശോധനകൾ എന്തൊക്കെയാണ്? ഗർഭിണിയുടെ രക്തസമ്മർദ്ദം, ഭാരം, ഉയരം, ശാരീരിക അവസ്ഥ എന്നിവ പരിശോധിക്കുന്നു. ആദ്യ 3 ആഴ്ചയ്ക്ക് ശേഷം ഓരോ മാസവും 2 കിലോഗ്രാം എങ്കിലും ഗർഭിണിയുടെ ശരീരഭാരം വർദ്ധിക്കേണ്ടതുണ്ട് എന്നതിനാൽ ശരീരഭാരം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശാരീരിക പരിശോധനയിൽ വരുന്നതാണ്? രക്തസമ്മർദ്ദം, ഭാരം, ഉയരം, ശാരീരിക അവസ്ഥ എന്നിവയാണ് പരിശോധിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യ 3 ആഴ്ചയ്ക്ക് ശേഷം ഓരോ മാസവും എത്ര കിലോ വെച്ച് കൂടണം? 2 കിലോഗ്രാം വെച്ച് ഓരോ മാസവും ശരീരഭാരം എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നു രക്തമൂത്ര പരിശോധനകൾ. അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, ഗ്ലൂക്കോസ്, TSH അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നിവയുടെ അളവും രക്തഗ്രൂപ്പും പരിശോധിക്കുന്നു. അപ്പോൾ ആ രക്തപരിശോധനയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നു? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ്, TSH,
ഇവയുടെ അളവും അതുപോലെ രക്തഗ്രൂപ്പും എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. ഇനി മൂത്രനാളിയിലെ അണുബാധ, HIV അണുബാധ, അനീമിയ, ഗർഭകാല പ്രമേഹം, മലേറിയ എന്നിവയ്ക്കുള്ള പരിശോധന നടത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? മൂത്രനാളിയിലെ അണുബാധ, അതുപോലെ HIV അണുബാധയുണ്ടോ, അനീമിയ ഉണ്ടോ, ഗർഭകാല പ്രമേഹമുണ്ടോ, മലേറിയ എന്നിവയ്ക്കുള്ള പരിശോധനയും എന്ത് ചെയ്യുന്നു, നടത്തുന്നു. 7 മാസം കഴിഞ്ഞാൽ യൂറിൻ ആൽബുമിൻ ടെസ്റ്റിലൂടെ ഉയർന്ന രക്തസമ്മർദ്ദം, പ്രീ എക്ലാംസിയ എന്നതിനെ പറയും, പ്രീ എക്ലാംസിയ എന്ന് പറയും. ഇതൊക്കെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. ഏതാണ്? ഉയർന്ന രക്തസമ്മർദ്ദം, അതായത് യൂറിൻ ആൽബുമിൻ ടെസ്റ്റിലൂടെ എന്ത് ചെയ്യുന്നു, 7 മാസം കഴിയുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടോ എന്നും പരിശോധിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് രക്തമൂത്ര പരിശോധനകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അൾട്രാസൗണ്ട് സ്കാനുകൾ നടത്താറുണ്ട്. അപ്പോൾ പ്ലാസൻ്റയുടെ സ്ഥാനം, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച, ജനിതക വൈകല്യങ്ങൾ, ഒന്നിൽ കൂടുതൽ ഭ്രൂണത്തിൻ്റെ സാന്നിധ്യം എന്നിവയുണ്ടോ എന്ന് വിലയിരുത്തുന്നു. ഏതിലൂടെയാ? ഈ സ്കാൻ ചെയ്യുന്നതിലൂടെ. സാധാരണ 8 മുതൽ 14 ആഴ്ചയ്ക്കകമാണ് എന്ത് ചെയ്യേണ്ടത്? സ്കാനിങ് നടത്തുന്നത്. അപ്പോൾ 8 മുതൽ 14 ആഴ്ചയ്ക്കകമാണ് എന്ത് ചെയ്യേണ്ടത്? സ്കാനിങ് നടത്തേണ്ടത്. അപ്പോൾ പ്ലാസൻ്റയുടെ സ്ഥാനം മനസ്സിലാക്കുന്നതിനും ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച, ജനിതക വൈകല്യങ്ങൾ, ഒന്നിൽ കൂടുതൽ ഭ്രൂണത്തിൻ്റെ സാന്നിധ്യം എന്നിവയുണ്ടോ എന്ന് വിലയിരുത്തുന്നതാണ് ഇതിലൂടെ ഈ അൾട്രാസൗണ്ട് സ്കാനിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഏത് സമയത്താണ്? 8 മുതൽ 14 ആഴ്ചയ്ക്ക് അകമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്കാനിങ് നടത്തേണ്ടത്. ഇനി നമ്മൾ പറയുന്നു ഗർഭകാല വാക്സിനേഷനുകളെ കുറിച്ചാണ്. അണുബാധകളിൽ നിന്ന് അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും സംരക്ഷിക്കാൻ ഉതകുന്ന ചില വാക്സിനുകൾ ഈ കാലഘട്ടത്തിൽ നൽകുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ വാക്സിനേഷനാണ് നൽകുന്നത്? TT, റുബെല്ല വാക്സിൻ എന്നിവയാണ് ഗർഭകാലഘട്ടത്തിൽ നൽകുന്ന വാക്സിനുകൾ. അപ്പോൾ ഏതൊക്കെ വാക്സിനുകളാണ്? TT വാക്സിൻ നൽകുന്നുണ്ട്, അതുപോലെ റുബെല്ല വാക്സിൻ എന്നിവയാണ് ഗർഭകാലഘട്ടത്തിൽ അമ്മയ്ക്ക് നൽകുന്ന വാക്സിനുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ജനിതക തകരാറുകൾ തിരിച്ചറിയാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഗർഭകാലത്തിൻ്റെ 11-13 ആഴ്ചകളിൽ നടത്തുന്ന പ്രത്യേക സ്കാനിങ്ങും രക്തപരിശോധനയും ഗർഭസ്ഥ ശിശുവിന് ജനിതക വൈകല്യ സാധ്യതയുണ്ടോ എന്നറിയാനാകും. അപ്പോൾ ഗർഭസ്ഥ ശിശുവിന് ജനിതക വൈകല്യ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയുന്ന പരിശോധന നടത്തുന്നത് ഏത് ആഴ്ചയിലാണ്, അല്ലെങ്കിൽ ഏത് സമയത്തെന്ന് ചോദിച്ചാൽ ഗർഭകാലത്തിൻ്റെ 11 മുതൽ 13 ആഴ്ചയ്ക്കുള്ളിൽ നടത്തുന്ന പരിശോധനയിലാണ് എന്ത് ചെയ്യുന്നത്? ജനിതക വൈകല്യ സാധ്യതയുണ്ടോ എന്നറിയുന്നത്. ഇത് രക്തപരിശോധനയിലൂടെയും സ്കാനിങ്ങിലൂടെയും എന്ത് ചെയ്യുന്നു? തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇനി ഡൗൺ സിൻഡ്രം എന്ന ജനിതക വൈകല്യ സാധ്യതയാണ് ഇതിലെ മുഖ്യമായും പരിശോധിക്കുന്നത്. അപ്പോൾ 11-13 ആഴ്ചയിൽ പരിശോധിക്കുന്നത് ഏത് വൈകല്യമാണ്? ഡൗൺ സിൻഡ്രം എന്ന ജനിതക വൈകല്യ സാധ്യതയാണ് മുഖ്യമായും പരിശോധിക്കുന്നത്. ഡൗൺ സിൻഡ്രം രോഗസാധ്യത ഉണ്ടെങ്കിൽ തുടർന്ന് കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ്, അമിനിയോസെൻറ്റസിസ് എന്നീ പരിശോധനകൾ നടത്തും. അപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട് എങ്കിൽ, അപ്പോൾ ഈ രോഗസാധ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? തുടർന്ന് അവർ കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു പരിശോധനയും അമിനിയോസെൻറ്റസിസ് എന്ന പരിശോധനയും നടത്തും. അപ്പോൾ അത് ഡൗൺ സിൻഡ്രം എന്ന രോഗലക്ഷണം ഉണ്ടെങ്കിൽ നടത്തുന്ന പരിശോധനകളാണ്. ഏതൊക്കെയാ? കോറിയോണിക് വില്ലസ് സാമ്പിളിങ്ങും അതുപോലെ അമിനിയോസെൻറ്റസിസ് എന്നീ പരിശോധനകളും നടത്തുന്നത്. അടുത്ത് നമ്മൾ ഇതെന്താ ഈ കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്നാണ് നോക്കുന്നത്. കോറിയോണിക്സ് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഗർഭകാലത്തിൻ്റെ 10-12 ആഴ്ചകൾക്കുള്ളിൽ പ്ലാസൻ്റയിലെ വില്ലസുകളിൽ നിന്നും സാമ്പിൾ കോശങ്ങൾ എടുത്ത് ക്രോമസോം തകരാറുകൾ തിരിച്ചറിയുന്ന പരിശോധനയാണ് ഏതെന്ന് പറയുന്നത്? കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 10-12 ഗർഭകാലത്തിൻ്റെ 10-12 ആഴ്ചകൾക്കുള്ളിൽ പ്ലാസൻ്റയിലെ വില്ലസുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സാമ്പിൾ കോശങ്ങളെടുത്ത് ക്രോമസോം തകരാറുകൾ തിരിച്ചറിയുന്ന പരിശോധനയാണ് ഏത്? കോറിയോണിക് വില്ലസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി അമിനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമിനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന് ചുറ്റുമുള്ള അമിനിയോട്ടിക് ദ്രവത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങൾ കാണപ്പെടുന്നു. അപ്പം നമ്മൾ
പറഞ്ഞു ഈ അമിനിയോട്ടിക് ദ്രവം അല്ലേ, അമിനിയോസിന് അകത്തായിട്ട് അമിനിയോട്ടിക് ദ്രവമുണ്ട്. ഈ അമിനിയോട്ടിക് ദ്രവത്തിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ എന്തുണ്ട്, കോശങ്ങൾ കാണപ്പെടുന്നു. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ ദ്രവത്തിലെ കോശങ്ങളുടെ പരിശോധനയിലൂടെ കുഞ്ഞിൻ്റെ ജനിതക തകരാറുകളും നാഡീവൈകല്യങ്ങളും നിർണ്ണയിക്കാൻ കഴിയുന്നു. അപ്പോൾ ചില പ്രത്യേക സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഈ അമിനിയോട്ടിക് ദ്രവത്തിൽ കുഞ്ഞിൻ്റെ കോശങ്ങൾ ഉണ്ടാകും. ഈ കോശങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞിൻ്റെ ജനിതക തകരാറുകൾ, നാഡീവൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർണ്ണയിക്കാൻ കഴിയുന്നു. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് ഗർഭകാല കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഈ ഗർഭകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പലർക്കും കൗൺസിലിംഗ് നൽകാറുണ്ട്. എന്തിനാണ്? ഗർഭിണികളുടെ ശാരീരിക മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാരുടെ സേവനം സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. ഗർഭകാലത്തുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാൻ സർക്കാരിൻ്റെ കൗൺസിലിംഗ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. ഗർഭകാലത്തെ ഭക്ഷണക്രമം, ആരോഗ്യകരമായ ഗാർഹിക അന്തരീക്ഷം, കുടുംബാസൂത്രണം, മുലയൂട്ടുന്നതിൻ്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ കാര്യമായ മാർഗനിർദ്ദേശം ലഭിക്കാൻ ഗർഭകാല കൗൺസിലിംഗ് സഹായിക്കുന്നു. കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫീൽഡ് ജീവനക്കാർ, അതുപോലെ JPHN അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ആശാ വർക്കർ, MLSP MLSP എന്ന് പറഞ്ഞാൽ മൈൽഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, അതാണ് MLSP എന്ന് പറയുന്നത്. അതുപോലെ പബ്ലിക് ഹെൽത്ത് നഴ്സ്, അംഗൻവാടി ജീവനക്കാർ എന്നിവരുടെ സേവനം ഗർഭകാല ആരോഗ്യ പരിചരണ പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഗർഭകാല ആരോഗ്യ പ്രവർത്തനങ്ങളിൽ നമുക്ക് നിർദ്ദേശം നൽകുന്നതിന് സഹായിക്കുന്ന ആ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആളുകൾ ആരൊക്കെ അതിൽ ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മാർഗനിർദ്ദേശം, ഈ ഗർഭകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് അല്ലെങ്കിൽ ഗർഭകാല കൗൺസിലിങ്ങിന് സഹായിക്കുന്നത് താഴെ പറയുന്നവർ ആരൊക്കെയെന്ന് ചോദിക്കാം. ഉൾപ്പെടുന്നത് ആരൊക്കെയെന്നോ അല്ലെന്നോ ഒക്കെ ചോദിക്കാം. അപ്പോൾ ആരൊക്കെയാ? കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫീൽഡ് ജീവനക്കാർ, JPHN അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ആശാ വർക്കർ, MLSP പബ്ലിക് ഹെൽത്ത് നഴ്സ്, അംഗൻവാടി ജീവനക്കാർ എന്നിവരുടെ സേവനം ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അടുത്ത് നമ്മൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രസവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗർഭാവസ്ഥയുടെ അവസാനവും ഗർഭാശയത്തിന് പുറത്ത് ഒരു പുതിയ ജീവൻ്റെ തുടക്കവും അടയാളപ്പെടുത്തുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് പ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭാവസ്ഥയുടെ അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസവിക്കുന്നത്. ഗർഭാശയത്തിന് പുറത്ത് ഒരു പുതിയ ജീവൻ്റെ തുടക്കവും അത് അടയാളപ്പെടുത്തുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. പ്രസവ പ്രക്രിയയൊക്കെ ഇതിൽ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഗർഭാശയ ഭിത്തിക്കുണ്ടാകുന്ന ശക്തമായ സങ്കോചങ്ങളിലൂടെ ഗർഭസ്ഥ ശിശുവിനെ യോനിയിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് സാധാരണ പ്രസവം അഥവാ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭാശയ ഭിത്തിക്കുണ്ടാകുന്ന ശക്തമായ സങ്കോചങ്ങളിലൂടെ ഗർഭസ്ഥ ശിശുവിനെ എന്ത് ചെയ്യുന്നു? യോനിയിലൂടെ പുറന്തള്ളുന്ന പ്രക്രിയ, അതാണ് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. ഇനി കുഞ്ഞിൻ്റെ തല യോനി മുഖത്തേക്ക് വരത്തക്ക വിധം സ്ഥിതി ചെയ്യുമ്പോൾ ഗർഭപാത്രം സങ്കോചിക്കുകയും സെർവിക്സ് വികസിച്ച് കുഞ്ഞ് പുറത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞിൻ്റെ തല യോനി മുഖത്തേക്ക് വരത്തക്ക വിധം സ്ഥിതി ചെയ്യുമ്പോഴാണ് ഗർഭപാത്രം സങ്കോചിക്കുകയും സെർവിക്സ് അപ്പോൾ വികസിക്കും. ഈ കാണുന്നതാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഈ സെർവിക്സ് എന്ത് ചെയ്യും? ഈ സെർവിക്സ് വികസിക്കും. ഇത് വികസിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വികസിച്ച് കുഞ്ഞ് പുറത്തേക്ക് എത്തുകയും ചെയ്യുന്നു. സാധാരണ പ്രസവം സാധ്യമാകാതെ വരുന്ന സന്ദർഭങ്ങളിലോ അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ആരോഗ്യത്തിന് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലോ ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നതിനെയാണ് സിസേറിയൻ അല്ലെങ്കിൽ C-സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രസവ പ്രക്രിയ എന്ന് പറയുന്നത്.
ഇനി നമ്മൾ അതിന് ശേഷം വരുന്നതാണ് എന്താണ് മാതൃത്വം അഥവാ മദർഹുഡ് എന്ന് പറയുന്നത്. മാതൃത്വം നോക്കാം. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും വികാസവും നടക്കുന്ന സവിശേഷ അവയവമാണ് ഗർഭാശയം അഥവാ യൂട്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും വികാസവും നടക്കുന്നത് എവിടെയാണ്? ഈ ഗർഭാശയത്തിലാണ്. 2 ലിറ്ററോളം അമ്നിയോട്ടിക് ദ്രവവും അതിനുള്ളിൽ വളരുന്ന കുഞ്ഞും പ്ലാസൻ്റയുമൊക്കെ ചേർന്ന് 10-12 കിലോഗ്രാം ഭാരം അധികമായി ഉൾക്കൊള്ളാനുള്ള കരുത്തും ഗർഭാശയത്തിനുണ്ട്. അപ്പോൾ ഗർഭാശയത്തിൻ്റെ പ്രത്യേകത എന്താണ്? 2 ലിറ്ററോളം അമ്നിയോട്ടിക് ദ്രവം ഉൾക്കൊള്ളാനുള്ള കഴിവും അതിനുള്ളിൽ വളരുന്ന കുഞ്ഞ് പിന്നെന്താണ് പ്ലാസൻ്റയും ഒക്കെ ചേർന്ന് എത്ര മുതൽ എത്ര വരെ? 10 മുതൽ 12 കിലോഗ്രാം ഭാരം അധികമായി ഉൾക്കൊള്ളാനുള്ള കരുത്ത് ഗർഭാശയ ഭിത്തിക്കുണ്ട്. ഈ കാലയളവിൽ ഗർഭാശയം 500 മുതൽ 1000 മടങ്ങ് വരെ വികസിക്കും. അപ്പോൾ ഈ കാലയളവിൽ ഗർഭാശയത്തിൻ്റെ വികസനം എത്രയാണ്? 500 മുതൽ 1000 മടങ്ങ് വരെയാണ് വികസിക്കുന്നത്. ശക്തമായ സങ്കോചത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകി പ്രസവം സാധ്യമാക്കുന്നതും ഗർഭാശയം തന്നെയാണ്. ഒരു കുഞ്ഞിന് ജന്മം നൽകി പാലൂട്ടി വളർത്തുന്ന മാതൃത്വത്തേക്കാൾ മഹനീയമായത് എന്താണ് ഈ ലോകത്തുള്ളത്? അതാണ് മാതൃത്വം എന്ന് പറയുന്നത്. ഇനി ഗർഭകാലത്തെ പോഷണം, പരിചരണം, പ്രസവം എന്നിവയെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി നവജാത ശിശുവിൻ്റെ പോഷണം, പരിചരണം എന്നിവയെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പറയുന്നത്. മുലപ്പാലിനോളം മൂല്യം മറ്റെന്തിനുണ്ട്? പ്രസവിച്ച ഉടൻ ഉൽപ്പാദിപ്പിക്കുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള കൊളസ്ട്രം എന്ന പാൽ കുഞ്ഞിന് നിർബന്ധമായും നൽകണം. ഇത് കുഞ്ഞിന് ആജീവനാന്ത രോഗപ്രതിരോധ ശേഷി നൽകുന്നു. അപ്പോൾ പ്രസവിച്ച ഉടൻ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഇളം മഞ്ഞ നിറത്തിലുള്ള ആ പാലിന് പറയുന്ന പേരാണ് കൊളസ്ട്രം. അപ്പോൾ ഇതാണ് കുഞ്ഞിന് ആജീവനാന്ത രോഗപ്രതിരോധ ശേഷി നൽകുന്നത്. 6 മാസം വരെ മുലപ്പാൽ മാത്രം നൽകുക. അപ്പോൾ 6 മാസം വരെ കുഞ്ഞിന് എന്ത് മാത്രം നൽകിയാൽ മതി? മുലപ്പാൽ മാത്രം നൽകിയാൽ മതി എന്നാണ് പറയുന്നത്. കുറുക്കുകളോ മറ്റ് ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങളോ കുഞ്ഞിന് നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ 6 മാസം വരെ കുറുക്കുകളോ മറ്റ് ദ്രവരൂപത്തിലുള്ള ആഹാരങ്ങളോ കുഞ്ഞിന് നൽകേണ്ട ആവശ്യമില്ല. ചുരുങ്ങിയത് 2 വയസ്സുവരെയെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ നൽകണം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകേണ്ടത് ഏതുവരെയാണ്? 2 വയസ്സുവരെയെങ്കിലും കുട്ടികൾക്ക് മുലപ്പാൽ നൽകണം എന്നാണ് പറയുന്നത്. വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനും ആവശ്യമായ പോഷകങ്ങൾ മുലപ്പാലിൽ നിന്ന് ലഭിക്കുന്നു. അണുബാധ, വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ, അലർജി എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്ന ആൻറ്റിബോഡികൾ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. ശരീരോഷ്മാവ് നിലനിർത്താനും നിർജ്ജലീകരണം തടയാനും മുലപ്പാൽ സഹായിക്കുന്നു. അപ്പോൾ മുലപ്പാലിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ പറഞ്ഞത്. അണുബാധ ഉണ്ടാകുന്നത് തടയാൻ, വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ, അലർജി എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്ന ആൻറ്റിബോഡികൾ ഏതിലടങ്ങിയിട്ടുണ്ട്? ഈ മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. മുലപ്പാൽ പോലെ തന്നെ കുഞ്ഞിൻ്റെ ജന്മാവകാശമാണ് വാക്സിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ വാക്സിനുകളെ കുറിച്ചാണ് പറയുന്നത്. കൃത്രിമ പ്രതിരോധശേഷി ആർജിക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണ് വാക്സിനേഷൻ അഥവാ പ്രതിരോധവൽക്കരണം എന്ന് പറയുന്നത്. വാക്സിനുകൾ യഥാസമയം നൽകി കുട്ടികളുടെ അവകാശം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കളുടേതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. വാക്സിനേഷനായി തൊട്ടടുത്തുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളെ സമീപിക്കാം. കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കുമുള്ള എല്ലാ വാക്സിനുകളും സൗജന്യമായി ലഭിക്കുന്നതാണ്. നവജാത ശിശുക്കൾക്ക് നൽകുന്ന പ്രധാന വാക്സിനുകൾ ഏതെല്ലാമാണ്? അപ്പോൾ ഇവയുടെ സമയക്രമം എങ്ങനെയാണ്? സമീപത്തുള്ള ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച് അത് കുട്ടികൾക്കുള്ള ഇതാണ്. ഇനി അപ്പോൾ ദേശീയ പ്രതിരോധ പട്ടിക ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ജനന സമയത്ത് അപ്പോൾ ഓരോ വാക്സിനുകളും നൽകേണ്ട ആ ഒരു ദേശീയ പ്രതിരോധ പട്ടികയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓരോ സമയത്തും നൽകേണ്ടത് ഏതൊക്കെ വാക്സിനുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മൾ കൗമാര ഗർഭധാരണത്തെക്കുറിച്ചാണ് പറയുന്നത്.
10 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ സംഭവിക്കുന്ന ഗർഭധാരണത്തെയാണ് പൊതുവെ കൗമാര ഗർഭധാരണം എന്ന് പറയുന്നത്. കൗമാര ശരീരത്തിന് പ്രസവം പോലുള്ള അമിത സമ്മർദ്ദം ഏറ്റെടുക്കാനുള്ള ശാരീരിക ക്ഷമത ഉണ്ടാകണമെന്നില്ല. ഈ കാലയളവിലുള്ള ഗർഭധാരണത്തിലും പ്രസവത്തിലും ധാരാളം സങ്കീർണതകൾ സംഭവിക്കാറുണ്ട്. ഇത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് അപകടകരമാണ്. മാതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാനസികമായി ഏറ്റെടുക്കാൻ തയ്യാറാവാത്തതിനാൽ ഇവരിൽ വിഷാദം പോലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. മാസം തികയാതെയുള്ള പ്രസവം, കുറഞ്ഞ ശാരീരിക ഭാരമുള്ള കുഞ്ഞുങ്ങൾ, പലതരത്തിലുള്ള രോഗാവസ്ഥകൾ, ഉയർന്ന മാതൃശിശു മരണനിരക്ക് എന്നിവ ഈ സാഹചര്യത്തിൽ ഉണ്ടാകാറുണ്ട്. ലൈംഗിക ചൂഷണത്തിലൂടെയും അല്ലാതെയും സംഭവിക്കുന്ന കൗമാരത്തിലെ ഗർഭധാരണം പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ഗർഭഛിദ്രത്തിലേക്ക് നയിക്കുന്നു. ഒരു വ്യക്തിയുടെ അവകാശങ്ങളും അന്തസ്സും ലംഘിക്കുന്ന പ്രവൃത്തിയാണ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത്. പ്രായമോ ലിംഗഭേദമോ പശ്ചാത്തലമോ പരിഗണിക്കാതെ ആരും ഇതിന് ഇരയായേക്കാം. ലൈംഗിക അതിക്രമം ഒരിക്കലും അതിനിരയാകുന്ന വ്യക്തിയുടെ തെറ്റുകൊണ്ടല്ലെന്നും എല്ലാ സാഹചര്യങ്ങളിലും സുരക്ഷിതത്വവും ബഹുമാനവും അനുഭവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ലൈംഗിക അതിക്രമം എന്താണെന്നും എങ്ങനെ സംഭവിക്കാമെന്നും മനസ്സിലാക്കുന്നതാണ് അതിക്രമം തടയുന്നതിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കുന്നു എന്നതും അതിക്രമത്തിലൂടെ ലൈംഗിക പ്രവർത്തനങ്ങൾക്ക് ഇരയാകുന്നു എന്നതും പ്രശ്നമാണ്. നിങ്ങൾക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നാലോ നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടെങ്കിലോ കുടുംബാംഗങ്ങളിൽ നിന്നോ നിയമ സംവിധാനങ്ങളിൽ നിന്നോ ആവശ്യമായ പിന്തുണ തേടണം. 18 വയസ്സിൽ താഴെയുള്ളവർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ പോക്സോ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ളവർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഏത് പരിധിയിൽ വരുന്നതാണ്? പോക്സോ നിയമങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കും ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾക്കും സ്വകാര്യതയോടെ തത്സമയ പരിഹാരം ലഭിക്കുന്നതിന് കൗമാര സൗഹൃദ ആരോഗ്യ കേന്ദ്രത്തിലെ കൗൺസിലറെ സമീപിക്കാം. ആരോഗ്യ വകുപ്പിൻ്റെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു. 1056 എന്നതാണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട് 104. അപ്പോൾ ഈ 2 നമ്പറുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗൺസിലറുടെ സഹായം വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറായ 1056, 104 എന്നീ നമ്പറുകളിൽ എന്ത് ചെയ്യാവുന്നതാണ്? ഹെൽപ്പ് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് ജനന നിരക്കിലെ വ്യതിയാനങ്ങളെക്കുറിച്ചാണ്. അടുത്തടുത്തുള്ള ഗർഭധാരണം മാതാവിൻ്റെയും കുട്ടികളുടെയും ആരോഗ്യത്തെ ബാധിച്ചേക്കാം. അപ്പോൾ അടുത്തടുത്തുള്ള ഗർഭധാരണം എന്ത് ചെയ്യും? മാതാവിൻ്റെയും കുട്ടികളുടെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. ജനസംഖ്യാ വളർച്ച പരിസ്ഥിതിയിലും വിഭവങ്ങളുടെ വിനിയോഗത്തിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വളർച്ച എന്ത് ചെയ്യുന്നു? പരിസ്ഥിതിയിലും വിഭവങ്ങളുടെ വിനിയോഗത്തിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ജനന നിരക്ക് കുറവുള്ള ചില രാജ്യങ്ങളിൽ ശിശു പരിചരണത്തിന് അധിക സമയവും സാമ്പത്തിക സഹായവും നൽകുന്നു. അപ്പോൾ ജനന നിരക്ക് കുറവുള്ള രാജ്യങ്ങളാണെങ്കിൽ അവിടെ എന്താണ്? ശിശു പരിചരണത്തിന് വേണ്ടി അധിക സമയവും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. ഉയർന്ന ജനന നിരക്കും താഴ്ന്ന ജനന നിരക്കും ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന 2 പ്രശ്നങ്ങളാണ് എന്ത്? ഉയർന്ന ജനന നിരക്കും താഴ്ന്ന ജനന നിരക്കും. ജനന നിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് ഗർഭനിരോധന മാർഗങ്ങളാണ്. അപ്പോൾ ജനന നിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഏതൊക്കെയാണ്? അതാണ് ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡോക്ടറുടെ ലേഖനം, ചിത്രീകരണം എന്നിവ അത് കുട്ടികൾക്ക് അതിന് വിശകലനം ചെയ്ത് കുറിപ്പൊക്കെ തയ്യാറാക്കാനുള്ളതാണ്. നമ്മളൊരു ഓളത്തിനങ്ങ് വായിച്ചു പോയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഗർഭനിരോധന മാർഗങ്ങളാണ്. ഗർഭധാരണത്തെ തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രീതികളോ ഉപകരണങ്ങളോ ആണ് ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്തൊക്കെയായിരിക്കും? ഗർഭധാരണത്തെ തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഇതിനെയാണ് നമ്മൾ ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയുന്നത്.
കുടുംബാസൂത്രണത്തിൽ ഇതിന് നിർണായക പങ്കുണ്ട്. ദമ്പതികൾക്ക് കുട്ടികൾ എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാൻ ഇത് അവസരം നൽകുന്നു. ഗർഭധാരണത്തിൽ 2 മുതൽ 5 വരെ വർഷങ്ങളുടെ ഇടവേള വരുന്നത് മാതാവിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ആദ്യ കുഞ്ഞ് യോജിച്ച പരിചരണം നൽകുന്നതിനിടയാക്കുകയും ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സ്വീകാര്യമാവുന്ന ഗർഭനിരോധന മാർഗങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഹോർമോൺ ഗുളികകളാണ്. അപ്പോൾ എന്താണ് അണ്ടോത്സർജനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഹോർമോൺ ഗുളികകൾ എന്തിന് സഹായിക്കുന്നു? നമ്മുടെ ഗർഭധാരണം തടസ്സപ്പെടുത്തുന്നതിന് സഹായിക്കുന്നവയാണ്. അതുപോലെ തന്നെ ഗർഭനിരോധന ഉറകൾ. അപ്പോൾ പുംബീജങ്ങൾ യോനിയിൽ നിക്ഷേപിക്കുന്നത് തടയുന്നവയാണ് ഈ ഗർഭനിരോധന ഉറകളെന്ന് പറയുന്നത്. ഇനി ഡയഫ്രം, പുംബീജങ്ങൾ ഗർഭാശയത്തിൽ എത്തുന്നത് തടയുന്നതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വാസക്ടമി ഉണ്ട്. ബീജവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ പുംബീജത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാസക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാസക്ടമി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ്? അപ്പോൾ വാക്സക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ പുംബീജത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നതിനെയാണ് വാസക്ടമി എന്ന് പറയുന്നത്. ഇനി പുംബീജ നാശിനികളുണ്ട്. ഗർഭാശയത്തിൽ സെർവിക്സിന് സമീപം പുംബീജങ്ങളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് പുംബീജ നാശിനികൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഗർഭാശയാന്തര ഉപകരണങ്ങൾ, അതായത് നമ്മുടെ ഇംപ്ലാന്റേഷൻ തടയുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുന്നു. അതുപോലെ ട്യൂബെക്ടമി ഉണ്ട്. ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ അണ്ടവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ അണ്ടത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നതാണ് ട്യൂബെക്ടമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ട്യൂബെക്ടമിയും വാസക്ടമിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ട്യൂബെക്ടമി എന്ന് പറയുമ്പം അണ്ടവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ അണ്ടത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നത്. വാക്സക്ടമി എന്ന് പറയുമ്പോൾ എന്താണ്? പുംബീജത്തെ മുറിച്ചോ അല്ലെങ്കിൽ കെട്ടിവെച്ചോ എന്ത് ചെയ്യുന്നു? പുംബീജത്തിൻ്റെ സഞ്ചാരപാത അടയ്ക്കുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് വന്ധ്യതയെക്കുറിച്ചാണ്. ഗർഭം ധരിക്കാം എന്ന് ദമ്പതികൾ തീരുമാനിച്ച സമയം മുതൽ 1 വർഷത്തിന് ശേഷവും ഗർഭം ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വന്ധ്യതയായി പരിഗണിക്കുന്നു. അപ്പോൾ വന്ധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭം ധരിക്കാമെന്ന് ദമ്പതികൾ തീരുമാനിച്ച സമയം മുതൽ 1 വർഷത്തിന് ശേഷവും ഗർഭം ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വന്ധ്യത. ചുവടെ നൽകിയിരിക്കുന്ന വിവരണം ഇവിടെ നമുക്ക് നോക്കാം. പങ്കാളികളിൽ ഒരാൾക്കോ ഇരുവർക്കുമോ വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ ഉണ്ടാകാം. പുംബീജോൽപാദനത്തിലെ തകരാറുകൾ, പുംബീജങ്ങളുടെ എണ്ണത്തിലും അവയുടെ ചലനശേഷിയിലുമുള്ള കുറവ്, ചില രോഗങ്ങൾ എന്നിവ പുരുഷവന്ധ്യതയ്ക്ക് ഇടയാക്കുന്നു. അപ്പോൾ പുരുഷവന്ധ്യതയ്ക്ക് ഇടയാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. പുംബീജോൽപാദനത്തിലെ തകരാറുകൾ, പുംബീജങ്ങളുടെ എണ്ണത്തിലും അവയുടെ ചലനശേഷിയിലുമുള്ള കുറവ്, ചില രോഗങ്ങൾ എന്നിവയാണ് എന്തിന് കാരണമാകുന്നത്? പുരുഷവന്ധ്യതയ്ക്ക് കാരണം. ഇനി അണ്ടോൽപാദനത്തിലെ തകരാറും അണ്ടവാഹിയിലെ തടസ്സങ്ങളും പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം അഥവാ PCOS പോലുള്ള ഹോർമോൺ അസന്തുലിതാവസ്ഥയും സ്ത്രീകളിൽ വന്ധ്യതയ്ക്കിടയാക്കാം. അപ്പോൾ സ്ത്രീകളിൽ വന്ധ്യതയ്ക്കിടയാക്കുന്ന കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? അണ്ടോൽപാദനത്തിലെ തകരാറും അണ്ടവാഹിയിലെ തടസ്സങ്ങൾ, പിന്നെന്താണ്? പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രം അഥവാ PCOS എന്ന് പറയുന്നതും ഇവ ഹോർമോൺ അസന്തുലിതാവസ്ഥയും സ്ത്രീകളിൽ വന്ധ്യത കാരണമാകാം. വിഷവസ്തുക്കൾ, മലിനീകരണം, അതുപോലെ പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം, മദ്യപാനം എന്നിവയും ലൈംഗികമായി പകരുന്ന അണുബാധകൾ, പ്രത്യുൽപാദന അവയവങ്ങളിലെ വീക്കം എന്നിവയും ഇരുവരിലും പ്രത്യുൽപാദനക്ഷമത കുറയ്ക്കാം. അപ്പോൾ വിഷവസ്തുക്കളുടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെ മലിനീകരണം, പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം, മദ്യപാനം എന്നിവയൊക്കെ എന്ത് ചെയ്യാം?
പ്രത്യുൽപാദനക്ഷമത കുറയ്ക്കാമെന്നാണ് പറയുന്നത്. ലബോറട്ടറിയിലെ ഹോർമോൺ, ശുക്ല പരിശോധനകൾ, അൾട്രാസൗണ്ട് സ്കാനിങ്, ജനിതക പരിശോധനകൾ എന്നിവ വഴി വന്ധ്യതയ്ക്ക് കാരണം തിരിച്ചറിയാം. അപ്പോൾ വന്ധ്യതയ്ക്കുള്ള കാരണം തിരിച്ചറിയാനുള്ള ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ലബോറട്ടറിയിലെ ഹോർമോൺ പരിശോധന, ശുക്ല പരിശോധനകൾ, അൾട്രാസൗണ്ട് സ്കാനിങ്, ജനിതക പരിശോധനകൾ എന്നിവ വന്ധ്യതയ്ക്ക് കാരണം തിരിച്ചറിയാനുള്ള പരിശോധനകളാണ്. മരുന്നുകളും ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF പോലുള്ള അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയും വന്ധ്യതാ ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്താം. അപ്പോൾ വന്ധ്യതാ ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട എന്തൊക്കെയാണ്? മരുന്നുകൾ, അതുപോലെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF, പിന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി അഥവാ ART എന്നിവ വന്ധ്യതാ ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന ടെസ്റ്റുകളാണ്. അടുത്ത ലൈംഗിക രോഗാണുബാധകളെക്കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായും ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് ലൈംഗിക പകർച്ചവ്യാധികൾ. ബാക്ടീരിയ, വൈറസ്, പരാദങ്ങൾ, ഫംഗസ് എന്നിവയാലാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? ലൈംഗിക പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയ, വൈറസ്, പരാദങ്ങൾ, ഫംഗസ് എന്നിവയിലൂടെയാണ് ഇത്തരം രോഗങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. എയ്ഡ്സ്, അതുപോലെ ക്ലമീഡിയാസിസ്, ഗൊണേറിയ, സിഫിലിസ്, ജനനേന്ദ്രിയ ഹെർപ്പസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV അണുബാധ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ, ഹെപ്പറ്റൈറ്റിസ് B, അതുപോലെ ട്രൈക്കോമോണിയോസിസ്, കാൻഡിഡിയോസിസ് എന്നിവയാണ് ഏറ്റവും സാധാരണമായ ലൈംഗിക രോഗാണുബാധകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ലൈംഗിക രോഗാണുബാധകൾ ഏതൊക്കെയാണ്? എയ്ഡ്സ് വരുന്നു, ക്ലമീഡിയാസിസ്, ഗൊണേറിയ, സിഫിലിസ്, ജനനേന്ദ്രിയ ഹെർപ്പസ്, അതുപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ, ഹെപ്പറ്റൈറ്റിസ് B, ട്രൈക്കോമോണിയാസിസ്, കാൻഡിഡിയാസിസ് എന്നിവയാണ് ഏറ്റവും സാധാരണമായ ലൈംഗിക രോഗാണുബാധകൾ എന്ന് പറയുന്നത്. HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ, ഹെപ്പറ്റൈറ്റിസ് B എന്നീ അണുബാധകൾക്കെതിരെ വാക്സിനേഷൻ നിലവിലുണ്ട്. അപ്പോൾ HPV ഉണ്ടെങ്കിലോ ഹെപ്പറ്റൈറ്റിസ് B എന്നീ അണുബാധകൾ ഉണ്ടെങ്കിലോ അതിനെന്തുണ്ട്? നിലവിൽ വാക്സിനേഷൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, നിലവിൽ വാക്സിനേഷനുള്ള ലൈംഗിക രോഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ട് ഇത് ഉദാഹരണമായിട്ട് തരാം. ഇനി കൂടാതെ ലൈംഗിക അവയവങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി വൈദ്യസഹായം തേടുന്നതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയാനും രോഗപകർച്ച കുറയ്ക്കാനും സഹായിക്കും. ലൈംഗിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിന് ഡോക്ടറുമായി അഭിമുഖം നടത്താനും പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ ശേഖരിച്ച്, അപ്പോൾ അത് കുട്ടികൾക്ക് ഉള്ള വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വൈറസുകളെ തന്നിട്ടുണ്ട്. HIV, അതുപോലെ ഗോണോകോക്കൈ, ട്രിപ്പോണിമ പാലിഡം എന്നീ ലൈംഗിക രോഗാണുബാധയ്ക്ക് കാരണമാകുന്ന ചില രോഗകാരികളെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് HIV ആണ്, ഇത് എന്താണ്? ഗോണോകോക്കൈ ആണ്, അതുപോലെ ട്രിപ്പോണിമ പാലിഡം, ഇതൊക്കെ നമ്മുടെ ലൈംഗിക രോഗാണുബാധയ്ക്ക് കാരണമാകുന്ന രോഗകാരികളാണ്. അപ്പോൾ ലൈംഗിക രോഗബാധയ്ക്ക് കാരണമാകുന്ന രോഗകാരികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഉൾപ്പെടും? HIV ഉണ്ടാകും, അതുപോലെ ഗോണോകോക്കൈ, പിന്നെന്താണ്? ട്രിപ്പോണിമ പാലിഡം, ഇവയൊക്കെയാണ്. ഇനി HPV അണുബാധയും സെർവിക്കൽ ക്യാൻസറുമാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ലൈംഗിക രോഗങ്ങളിൽ മുഖ്യമായ ഒന്നാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV എന്ന് പറയുന്നത്. ജനനേന്ദ്രിയത്തിൽ അരിമ്പാറയും സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ ക്യാൻസറുകളും ഉണ്ടാക്കുന്ന വൈറസ് വിഭാഗമാണ് ഈ HPV എന്ന് പറയുന്നത്. അപ്പോൾ HPV എന്താണ്? അപകടകാരിയാണ്. എന്താണ് ഇത്? ജനനേന്ദ്രിയത്തിൽ അരിമ്പാറ, അതുപോലെ സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസ് വിഭാഗമാണ് HPV എന്ന് പറയുന്നത്. HPV ബാധിതരായ വ്യക്തികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും പ്രകടമാകണമെന്നില്ല. അപ്പോൾ ഇവർക്ക് രോഗലക്ഷണമൊന്നും പ്രകടമായി കാണത്തില്ല എന്നത് രോഗബാധ തടയുന്നതിന് വെല്ലുവിളിയാണ്.
അതുപോലെ ഉയർന്ന അപകട സാധ്യതയുള്ള HPV ഇനങ്ങളുടെ സ്ഥിരമായ ബാധ സെർവിക്സിലെ കോശങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഈ HPV ഇനങ്ങളുടെ സ്ഥിരമായ ബാധ എന്ന് പറയുന്നത് നമ്മുടെ സെർവിക്സിലെ കോശങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാം. ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ മാറ്റങ്ങൾ സെർവിക്കൽ ക്യാൻസറായി മാറും. അപ്പോൾ ഏതൊരു അസുഖം വന്നാൽ അത് ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? HPV എന്ന് പറയുന്നത് അത് സെർവിക്കൽ ക്യാൻസറായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. സെർവിക്കൽ ക്യാൻസറിനുള്ള സാധ്യത 18 വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിൽ കൂടുതലാണ്. അപ്പോൾ 18 വയസ്സിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇവരിൽ വൈറസ് ബാധ തീവ്രമായിരിക്കും. അപ്പോൾ ഈ ഒരു ഏജുകാരിൽ എന്താണ് ഈ വൈറസ് ബാധ തീവ്രമായിരിക്കും. പാപ്സ്മിയർ ടെസ്റ്റുകൾ, HPV ടെസ്റ്റിംഗ് എന്നിവ രോഗബാധ നേരത്തെ കണ്ടെത്തുന്നതിന് സഹായകമാണ്. അപ്പോൾ ഏതൊക്കെ ടെസ്റ്റാണ്? നമ്മുടെ പാപ്സ്മിയർ ടെസ്റ്റുകൾ, അതുപോലെ HPV ടെസ്റ്റിംഗ് എന്നിവ ഈ സെർവിക്കൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് സഹായമാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, സെർവിക്കൽ ക്യാൻസർ പോലുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? അതാണ് പാപ്സ്മിയർ, അതുപോലെ HPV ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. കേരളത്തിൽ സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള രോഗം സെർവിക്കൽ ക്യാൻസറാണ്. അപ്പോൾ കേരളത്തിലെ സ്ത്രീകളിൽ സ്തനാർബുദം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള രോഗം ഏതാണ്? ഈ സെർവിക്കൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളാണ്. അതുകൊണ്ട് ഈ രോഗം പ്രതിരോധിക്കുന്നതിനായി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സെർവിക്കൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ തടയുന്നതിന് വേണ്ടി നമ്മുടെ ഹയർ സെക്കൻഡറി ക്ലാസ് വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഇതിന് വാക്സിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ 26 വയസ്സുവരെയും പുരുഷന്മാരിൽ 21 വയസ്സുവരെയും നൽകാവുന്ന വാക്സിനുകളുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ വാക്സിൻ 26 വയസ്സുവരെ നൽകാം. അതുപോലെ എന്താണ്, പുരുഷന്മാർക്കാണെങ്കിൽ 21 വയസ്സുവരെയും ഈ വാക്സിനുകൾ നൽകാവുന്നതാണ്. ഇനി നമ്മൾ പറയുന്നത് പ്രത്യുൽപാദന പ്രക്രിയയുടെ പരിണാമത്തെക്കുറിച്ചാണ്. പരിണാമത്തിൻ്റെ അടയാളങ്ങൾ പ്രത്യുൽപാദനത്തിലും കാണാനാവും. മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുന്ന ജീവികളിൽ നിന്ന് പ്രസവിച്ച് മുലയൂട്ടുന്ന സസ്തനികളിലേക്കുള്ള വികാസം അതാണ് സൂചിപ്പിക്കുന്നത്. നട്ടലുള്ള ജീവികളുടെ പരിണാമത്തിൽ ഇത് സുവ്യക്തമാണ്. അപ്പോൾ എന്താണ്? അപ്പം നമുക്കറിയാം, മുട്ടയിട്ട് അടയിരുന്ന് മുട്ടയിട്ട് വംശവർദ്ധനവ് നടത്തുന്ന ജീവികളിൽ നിന്ന് പിന്നെന്ത് ചെയ്യുന്നു? പ്രസവിച്ച് മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന സസ്തനികളിലേക്കുള്ള വികാസം. അതുമുതൽ എന്താണ്? നട്ടലുള്ള ജീവികളുടെ പരിണാമത്തിലാണ് ഇത് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ മത്സ്യങ്ങളും ഉഭയജീവികളും ബാഹ്യ ബീജ സംയോഗത്തിലൂടെ പ്രത്യുൽപാദനം നടത്തുന്നു. അപ്പോൾ ബാഹ്യ ബീജ സംയോഗത്തിലൂടെ പ്രത്യുൽപാദനം നടത്തുന്ന ജീവികൾ ഏതൊക്കെയാണ്? അതാണ് മത്സ്യങ്ങളും ഉഭയജീവികളും. അവ ബാഹ്യ ബീജ സംയോഗത്തിലൂടെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. ഇനി ഉരകങ്ങളിലും പക്ഷികളിലും അത് ആന്തര ബീജ സംയോഗമായി മാറുന്നു. അപ്പോൾ ഉരകങ്ങളിലും പക്ഷികളിലും എങ്ങനെയാണ്? ആന്തര ബീജ സംയോഗത്തിലൂടെയാണ് എന്ത് നടക്കുന്നത്? ഇവിടെ ബീജസംയോഗം നടക്കുന്നത്. അപ്പോഴും ശരീരത്തിന് പുറത്ത് വെച്ചാണ് മുട്ട വിരിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ്? ശരീരത്തിന് ഈ ഉരകങ്ങളിലും പക്ഷികളിലും ശരീരത്തിന് പുറത്ത് വെച്ചാണ് എന്ത് വിരിയുന്നത്? മുട്ട വിരിയുന്നത്. മുട്ടയ്ക്കകത്തുള്ള സമൃദ്ധാഹാരം ഉപയോഗിച്ചാണ് ഭ്രൂണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത്. അപ്പോൾ ഈ മുട്ടയ്ക്കകത്തുള്ള സമൃദ്ധ ആഹാരം ഉപയോഗിച്ചാണ് ഭ്രൂണം എന്ത് ചെയ്യുന്നത്? പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത്. സസ്തനികളിലേക്ക് വരുമ്പോൾ മുട്ട ബീജ സംയോഗത്തിനാവശ്യമായ കോശമായി അല്ലെങ്കിൽ അണ്ഡമായി പരിമിതപ്പെടുന്നു. അപ്പോൾ സസ്തനികളിൽ എന്താണ്? ആ മുട്ട എന്ന് പറയുന്നത് ബീജ സംയോഗത്തിന് ആവശ്യമായ കോശമായിട്ട് എന്ത് ചെയ്യുന്നു? പരിമിതപ്പെടുന്നു. അമ്മയുടെ ശരീരത്തിനുള്ളിൽ നിന്ന് വിഭവങ്ങൾ സ്വീകരിച്ച് ഗർഭസ്ഥ ശിശു എന്ത് ചെയ്യുന്നു? വളർച്ച പൂർത്തീകരിക്കുന്നു. അതാണ് സസ്തനികളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. ഇനി ജീവികളുടെ ചരിത്രം പരിണാമത്തിൻ്റെതാണെന്ന് പ്രത്യുൽപാദന പ്രക്രിയയിലൂടെയും പ്രകൃതി നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യുൽപാദനം എന്ന ജീവൽ പ്രക്രിയയെക്കുറിച്ചാണ് അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത്.
അപ്പോൾ ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് വിലയിരുത്താം, നമുക്ക് അതുകൂടി നോക്കാം. മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് മനുഷ്യനിലെ ഗർഭകാലം എന്ന് പറയുന്നത് 270-280 ദിവസം. ആൻസർ സി ആണ്. ഇനി ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അതാണ് നമ്മളിതിൽ പറഞ്ഞായിരുന്നു എന്താണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച നിരീക്ഷിക്കാൻ കഴിയുന്നത്. അതിനാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഗർഭസ്ഥ ശിശുവിനെ വലയം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദ്രാവകം നിറഞ്ഞ സഞ്ചിയാണ് ഏത്? അതിനെയാണ് നമ്മൾ അപ്പോൾ അതാണ് ആംനിയോൺ എന്ന് പറയുന്നത്. ഇനി ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ എന്നാൽ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു എൻഡോമെട്രിയത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്നതാണ് ഏത് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഗർഭനിരോധനത്തിനായി പുരുഷന്മാർക്ക് സ്വീകരിക്കാവുന്ന ഒരു ശസ്ത്രക്രിയാ മാർഗമാണ് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശസ്ത്രക്രിയ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഇതാണ് വാസക്ടമി എന്ന് പറയുന്നത്. വാസക്ടമി. ഇനി ചുവടെ നൽകിയിട്ടുള്ളവയിൽ ബാഹ്യ ബീജ സംയോഗത്തിലൂടെ പ്രത്യുൽപാദനം നടത്തുന്ന ജീവി വിഭാഗം ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഏതൊക്കെയാണ് ഉഭയജീവികളാണ് എന്ത് ചെയ്യുന്നത് ബാഹ്യ ബീജ സംയോഗത്തിലൂടെ പ്രത്യുൽപാദനം നടത്തുന്നത്. ഉഭയജീവികൾ, മത്സ്യങ്ങൾ എന്നിവ. ആദ്യ മുലപ്പാൽ ആദ്യ പ്രതിരോധം അത് നമ്മൾ കുട്ടികൾക്കുള്ള പോസ്റ്ററാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് കൂടി ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.